ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോണത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. മോളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ് പോണത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പഞ്ചായത്തിലുള്ള തിരുവുള്ളക്കാവ് ധർമ്മശാസ്താ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാസ്താവാണ്. പക്ഷേ സരസ്വതി ദേവിയുടെ സാന്നിധ്യം ഇവിടെ കൂടുതലായിട്ടുണ്ടെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഇവിടുത്തെ ശാസ്താവിനെ വിദ്യാകാരനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എഴുത്തിനിരുത്തൽ നടത്തണത്. കേരളത്തിലത്തെ വിദ്യാരംഭത്തിന് പേര് കേട്ട ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇവിടെ നവരാത്രി സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. 9 ദിവസവും ഇവിടെ പരിപാടികളാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ആഘോഷം എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരമാണ്. ഇവിടെ മീനമാസത്തിലത്തെ അത്തന്നാളിലും പിന്നെ മഹാനവമിക്കും മാത്രമാണ് ഇവിടെ എഴുത്തിനിരുത്താത്തത്. ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം ഉണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്ന ഒരു അമ്പലമാണ് ഈ തിരുവുള്ളക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വഴിപാട് കൗണ്ടർ ഉള്ളത്. അവിടെ നിന്ന് എഴുത്തിനിരുത്താനുള്ള റെസീറ്റൊക്കെ നമ്മൾ എടുക്കണം. അത് ഒരു കുട്ടിക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. സാധാരണ ദിവസങ്ങളിലൊക്കെ പുലർച്ചെ 5 മണി തൊട്ടിട്ട് 9:30 വരെയാണ് നട തുറന്നിരിക്കുന്നത്. പിന്നെ സാറ്റർഡേയും സൺഡേ ഒക്കെ 11 മണി വരെയൊക്കെ ഉണ്ടാകും. പിന്നെ വൈകിട്ടായാലും 5 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് നട തുറന്നിരിക്കുന്ന സമയം. ഞങ്ങൾ പോയത് ദീപാവലിയുടെ മുടക്കിൻ്റെ അന്നായിരുന്നു. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട്. ഹരി തൊഴു സമയം തൊഴു. 2 ദിവസം ഇതിൽ എഴുതിക്കുക. നാളെ മറ്റന്നാൾ ഇതിൽ എഴുതിക്കുക. വേറെ കൂടി ചേർക്കാം. പാഴ്ച പഠിപ്പിക്കുക. കഴിഞ്ഞിട്ട് അങ്ങനെ പിള്ളേരുടെ എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഇവിടെ അമ്പലത്തിലുള്ള മറ്റൊരു ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ് കേട്ടോ. ഇവിടെ എഴുതാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ നിന്ന് പ്രസാദം കിട്ടും. ഒരു ശർക്കര പായസവും പിന്നെ അവിലും പഴമാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് കിട്ടണത്. നെയ്യ് വേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് പൂജിച്ച നെയ്യൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ പാനൊക്കെ ഇവിടെ പൂജിക്കണം കണ്ടായിരുന്നു കുട്ടികൾ കൊണ്ടുവന്നിട്ട്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.